ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ പറാത്തൻ്റെ റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. പരത്താൻ അറിയാത്തവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പറാത്ത റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ പറാത്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് മൈദപ്പൊടി മാത്രം യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടി മാത്രം യൂസ് ചെയ്യാം. അത് രണ്ടിലും ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ബട്ടറൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല തിളച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഓരോരുത്തരുടെയും മൈദൻ്റെയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിൻ്റെയും ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു മെഷർമെൻറ്റാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി ഇത് ചെറു ചൂടോടുകൂടി തന്നെ ഒന്നങ്ങ് കുഴച്ചെടുക്കാം. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പം എക്സ്ട്രാ വെള്ളങ്ങളും അതുപോലെ തന്നെ ഓയിലൊന്നും കയ്യിൽ തൊടേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുറച്ച് നേരം ഒന്നങ്ങ് കുഴച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ റെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിത് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയം എന്തായാലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കായിരിക്കും നല്ലത്. നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ പൊടി. അപ്പം അങ്ങനെ റെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പരത്തി പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ചെറിയ ബോൾസൊക്കെ തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 2 കപ്പിൻ്റെ മെഷർമെൻറ്റിൽ ഞാനിവിടെ 8 പൊറോട്ടയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ബോൾസുകൾ ചെറിയ ബോൾസുകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പരത്താൻ അറിയാത്തവർക്ക് വരെ പരത്തിയെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല നൈസായിട്ട് നീട്ടി പരത്തിയെടുക്കാം. പിന്നെ റൗണ്ട് ഷേപ്പിലായിക്കോണമെന്നൊന്നും നിർബന്ധമില്ല. കാരണം നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വളരെ നൈസായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. മാക്സിമം നീട്ടി പരത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല നൈസായിട്ടാണ് ഞാൻ പരത്തിയെടുത്തത്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം പെർഫെക്റ്റായി കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ എല്ലാ പത്തിരിയും ഇതുപോലെ തന്നെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. നമ്മളിത് മെൽറ്റ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൂസായിരിക്കും. പിന്നെ മാത്രമല്ല നമുക്കിത് ഫോൾഡ് ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം നമ്മളിത് ഉൾഭാഗത്ത് പരത്തി കൊടുക്കാൻ. അപ്പോൾ എല്ലാ ഭാഗത്തും പരട്ടിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ 2 സൈഡ്സുകളും ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കൈ വെച്ച് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന് നടുക്കായിട്ട് കുറച്ചും കൂടി ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള 2 സൈഡും കൂടി ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മളിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഏത് ഷേപ്പിലും നമുക്ക് പരത്തി കഴിഞ്ഞാലും വളരെ പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് പറയാൻ കാരണം. എന്നിട്ട് 4 സൈഡ്സ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ പൊറോട്ടയും ഇതുപോലെ തന്നെ ഒന്നങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു സൈഡ് ഞാനൊരു 30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 30 സെക്കൻഡിന് ശേഷം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് ഈ ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൈദപ്പൊടി ആയതുകൊണ്ടാണ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. സാധാ ഗോതമ്പ് പൊടി ആണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അത് കുക്ക് ചെയ്ത് കിട്ടും.
അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബബിൾസ് വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചെടുത്ത് നന്നായിട്ട് കുക്കായി വരട്ടെ. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ള ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലുമാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡ്സിൽ മാത്രമേ ഞാൻ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുള്ളൂ. മറ്റേ സൈഡ്സിൽ ഓൾറെഡി ബട്ടറൊക്കെ മെൽറ്റായിട്ട് ആ സൈഡ്സിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ബട്ടറൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ലെയേഴ്സൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ രണ്ടാമത്തെ സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതിവിടെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പൊറാട്ടയും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ പൊറാത്തൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ലെയേഴ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.